നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വന്നാൽ 45 ദിവസങ്ങൾക്കകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമെന്നും തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസന നയരേഖ പ്രഖ്യാപിക്കുമെന്നും BJP ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. അങ്ങനെ തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിൽ വന്നു. അതിനുശേഷം 27 ദിവസങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി. ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നാക്കി തിരുവനന്തപുരത്തെ മാറ്റും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച അല്ലെങ്കിൽ കേരളത്തിലെ ഒരു കോർപ്പറേഷൻ പിടിച്ച ടീമിന് ഒരു സ്വീകരണം നൽകണം അല്ലെങ്കിൽ ഒരു വിരുന്ന് നൽകാൻ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നു എന്ന വാർത്ത എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വിരുന്നിൽ പങ്കെടുക്കാനാണ് ദില്ലി പ്രവാസ് എന്ന പേരിൽ BJPയുടെ 51 കൗൺസിലർമാർ, മേയർ ഉൾപ്പെടെയുള്ള സംഘം ദില്ലിയിലേക്ക് യാത്ര തിരിച്ചത്. ട്രെയിനിലാണ് അവർ യാത്ര ചെയ്യുന്നത്. അവരുടെ യാത്ര ഇപ്പോഴും തുടരുകയാണ്. അതായത് അല്പസമയം മുമ്പാണ് ആന്ധ്രാപ്രദേശിൽ വെച്ച് വിജയവാഡയിൽ വെച്ച് അവിടുത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ഈ BJPയുടെ ഈ വിജയ ടീമിന് വലിയ സ്വീകരണമൊക്കെ നൽകിയത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വഴിനീളെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് BJPയുടെ മേയറും അതുപോലെ തന്നെ കൗൺസിലർമാരും എല്ലാം ഇപ്പോൾ ദില്ലിയിലേക്കുള്ള യാത്ര തുടരുന്നത്. എന്തായാലും ഈ യാത്രയ്ക്കെതിരെ ഇപ്പോൾ ചില വിമർശനങ്ങളും പുറത്തു വരുന്നുണ്ട്. ആ വിമർശനങ്ങൾ പ്രധാനമായും വരുന്നത് കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നാണ്. LDFൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നുമൊക്കെയാണ് ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. അതായത് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച്, സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് എന്തിനാണ് കൗൺസിലർമാർ ഇങ്ങനെ ദില്ലിയിലേക്ക് യാത്ര നടത്തുന്നത്? ഇതൊരു പാഴ്ചെലവാണ്, വികസനം കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാർ പണം ഉപയോഗിച്ച് നാട് ചുറ്റുകയാണോ എന്നൊക്കെയുള്ള ട്രോളുകളും അതുപോലെയുള്ള പോസ്റ്ററുകളും മറ്റും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചെറിയ രീതിയിൽ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെയും വിമർശനങ്ങളെയും എല്ലാം മുളയിലെ നുള്ളുകയാണ് BJP. അതായത് നഗരസഭയുടെ ഫണ്ടിൽ നിന്നും 1 രൂപ പോലും എടുത്തിട്ടല്ല BJPയുടെ 51 കൗൺസിലർമാർ ദില്ലിയിലേക്ക് യാത്ര ചെയ്യുന്നത്. മറിച്ച് പാർട്ടിയുടെ ചെലവിലാണ്, പാർട്ടി ഫണ്ട് ഉപയോഗിച്ചാണ് BJP കൗൺസിലർമാരുടെ യാത്ര. അല്പസമയം മുമ്പാണ് BJPയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ഇത് മാധ്യമങ്ങളോടായി വിളിച്ചു പറഞ്ഞത്. തീർച്ചയായും വിമർശനങ്ങളുടെ നടുവൊടിക്കുന്ന പ്രതികരണം തന്നെയായിരുന്നു. അതോടുകൂടി ഈ കമ്മി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങൾ അവസാനിച്ചു, അതിൻ്റെ മുനയൊടിഞ്ഞു എന്ന് തന്നെ പറയണം. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ടത്. BJPയുടെ ഫണ്ട് ഉപയോഗിച്ചാണ്, അല്ലാതെ പൊതുപണം ഉപയോഗിച്ചുകൊണ്ടല്ല ഇങ്ങനെയുള്ള യാത്ര നടത്തിയത്. വേണമെങ്കിൽ കൗൺസിലർമാർക്ക് ഈ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ യാത്ര നടത്താമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തില്ല. അങ്ങനെയല്ല, BJPയുടെ രീതി അതല്ല എന്ന് BJP ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണ്. സദ്ഭരണത്തിൻ്റെ ലക്ഷണങ്ങൾ കേരളം കണ്ടു തുടങ്ങി എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. മാത്രമല്ല, BJPയുടെ ജില്ലാ അധ്യക്ഷൻ ആ ഒരു അറിയിപ്പിൽ നിർത്തിയില്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു. അതായത് ഇങ്ങനെ എന്തായാലും ഈ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് CPM ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊതുപണം ഉപയോഗിച്ച് ലോകം ചുറ്റുന്ന രീതി അല്ലെങ്കിൽ സർക്കാർ പണം ദുരുപയോഗം ചെയ്യുന്ന രീതി അത് CPIMൻ്റേതാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുകയാണ്. അതായത് CPIMൻ്റെ മുൻ മേയർ കഴിഞ്ഞ 5 വർഷം നടത്തിയ യാത്രകളൊക്കെ പരിശോധിച്ചാൽ അത് ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് എന്ന് എല്ലാവർക്കും വ്യക്തമാണ്. അവാർഡ് കിട്ടിയതിൻ്റെ പേരിൽ വിദേശയാത്രകളടക്കം കഴിഞ്ഞ മേയറും അതുപോലെ തന്നെ കൗൺസിലർമാരും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ അപേക്ഷിച്ച് നോക്കിയാൽ അങ്ങനെയൊന്നുമല്ല BJPയുടെയും CPIMൻ്റെയും രീതി. അത് രണ്ടും രണ്ടാണ്, ഏറെ വ്യത്യസ്തമാണ് BJPയുടെ രീതി എന്നൊരിക്കൽ കൂടി അവർ ഉറപ്പിക്കുകയാണ്. BJPയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് കൗൺസിലർമാർ ദില്ലിയിലേക്ക് പോകുന്നത് എന്ന വെളിപ്പെടുത്തൽ സത്യത്തിൽ പാർട്ടി അണികൾക്കിടയിലും വലിയ ആവേശം നൽകിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.